الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന് ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക സ്നേഹത്തിൻ്റെ പലവിധ രൂപങ്ങളുമാണ് നാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുവാൻ സാധിച്ചത്. പല വിധത്തിലും, പല രൂപത്തിലും, പല കോലത്തിലും ഒക്കെ ആളുകൾ ഗംഭീരമായി തന്നെ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി.
എന്നാൽ നമ്മളെപ്പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള ബാഹ്യമായ പ്രകടനങ്ങളിലൊന്നും നിൽക്കാതെ നമ്മളൊക്കെ അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കാർക്കും പ്രവാചകനോട് സ്നേഹമില്ല എന്നല്ല. പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹം ഉള്ളതുകൊണ്ടാണ് നാം അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മാത്രമല്ല, 1400 വർഷങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് കടന്നു വന്നുകൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. ആ 1400 വർഷങ്ങളിൽ പ്രവാചകൻ തൻ്റെ പ്രവാചക ജീവിതം 23 വർഷക്കാലം, ആ 23 വർഷക്കാലം ജീവിച്ചു വിട പറഞ്ഞു പോകുമ്പോൾ ലക്ഷക്കണക്കിന് അനുയായികൾ എന്തിനും പോന്ന, പ്രവാചകൻ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ മാത്രം നല്ല ഉറച്ച വിശ്വാസികൾ, അവിടുത്തെ സഹാബ കിറാമുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ മാത്രം. ഒരു കടലിൽ ചാടാനാണ് പ്രവാചകരെ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. മറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുമാതിരിയുള്ള ഒരു മറുപടി, ഫദ്ഹബു അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖായിദൂൻ. ഫദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ. ഇന്നാ ഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജനത പറഞ്ഞ ഒരു മറുപടിയല്ല ഞങ്ങൾ അങ്ങയോട് പറയുന്നത്. മറിച്ച് അങ്ങ് ഞങ്ങളോട് കടലിലെടുത്ത് ചാടാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞ സഹാബ കിറാമുകൾ. അവരൊക്കെ ഈ ലോകത്തോടും വിട പറഞ്ഞവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിലുള്ള ഒരു ആഘോഷം അവർ അവരുടെ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആ പ്രവാചകനോട് ഇഷ്ടമില്ല എന്നാണോ, സ്നേഹമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരുതേണ്ടതല്ല. അവരായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചത്. അവരെ കഴിഞ്ഞേ ഉള്ളൂ ലോകത്ത് ആരുടെയും സ്നേഹം. അവരുടെ മാതിരിയുള്ള ഒരു സ്നേഹം ലോകത്ത് ഒരാൾക്കും ലഭിച്ചിട്ടില്ല. പ്രവാചകനോട് കിട്ടിയ ആ സ്നേഹം, അവരിൽ നിന്നും കിട്ടിയ ആ ഇഷ്ടവും സ്നേഹവും ആ അടുപ്പവും മറ്റാർക്കും മറ്റൊരു മനുഷ്യനും കിട്ടാത്ത സ്നേഹങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരൊക്കെയും സ്നേഹിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചക സ്നേഹം അതെങ്ങനെയായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത്. അത് നമ്മൾ നേർക്കുനേരെ മനസ്സിലാക്കുകയും എന്നിട്ട് അതേപോലെ തന്നെയുള്ള സ്നേഹമായിരിക്കണം നമ്മളിൽ ഓരോരുത്തരും ഓരോ വിശ്വാസികളിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടത്. ഒരു തർക്കവുമില്ല, പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല, ഈമാനില്ലാത്തവനാണ്. പ്രവാചകനെ സ്നേഹിക്കണം, നിരുപാധികം സ്നേഹിക്കണം, ഒരു ഉപാധിയും പാടില്ല. പ്രവാചകൻ എന്ത് കൊണ്ടുവന്നോ, എന്തു പറഞ്ഞോ, എന്തു പഠിപ്പിച്ചോ, ആ പ്രവാചകൻ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണോ പറഞ്ഞത്, അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല.
അവിടെ യുക്തിക്കും സ്ഥാനമില്ല, ബുദ്ധിക്കും സ്ഥാനമില്ല. പ്രവാചകൻ പറഞ്ഞോ അനുസരിക്കണം, അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് വിശ്വാസി എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകനെ സ്നേഹിക്കണം. എത്രമേൽ സ്നേഹിക്കണം? നമ്മുടെ എല്ലാ ഇഷ്ടവും എല്ലാം ആഗ്രഹവും എല്ലാം കഴിയിട്ടാണോ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അല്ല, മറിച്ച് പ്രവാചകന്റെ ഇഷ്ടവും സ്നേഹവും എന്താണോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് മറ്റുള്ളതിനോടുള്ള എല്ലാ സ്നേഹവും. അങ്ങനെയാണ് വിശ്വാസി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കേണ്ടത്, ആ ഇഷ്ടത്തെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ള ആയത്താണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നമുക്ക് പ്രിയപ്പെട്ട ചിലതിനെ അല്ലാഹു എടുത്തു പറയുകയാണ് ഇവിടെ. നമുക്കിഷ്ടപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ഇഷ്ടപ്പെടുന്ന കുറെ വ്യക്തികളെ, കുറെ കാര്യങ്ങളെ അള്ളാഹു മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്, ഖുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക, ലോകത്തോട് പറഞ്ഞു കൊടുക്കുക, വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, അതുപോലെ വഅബ്നാഉകും, നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുകും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, വഅശീറത്തുകും, നിങ്ങളുടെ ബന്ധുക്കൾ, വഅംവാലു ഖുതറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ, ആ കച്ചവടം, വമസാകിനു തർലൗനഹ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറിയാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടത്, ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടതായി മാറിയാൽ, മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദുൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ പറയപ്പെട്ടതിനോടാണെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ. താക്കീതാണ്, മുന്നറിയിപ്പാണ്, അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോ, കാത്തിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ഒരു ജനതയെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല, സന്മാർഗത്തിലാക്കുകയില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് സഹോദരങ്ങളെ? ഇവിടെ ഏറ്റവും ഈ കച്ചവടം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിന് വലിയ മിനിറ്റിലും മണിക്കൂറിലും ഒക്കെ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്, നഷ്ടം സംഭവിക്കുന്നവരുമുണ്ട്. പക്ഷെ കച്ചവടത്തോട് എല്ലാവർക്കും പ്രിയമാണ്. കച്ചവടത്തിനോട്, വരുമാനം, സമ്പാദ്യം, അതിനോടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം എന്തിനേക്കാൾ ഏറാൻ പാടില്ല, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ജിഹാദിൻ്റെയും മുകളിലാകാൻ പാടില്ല. അപ്പോ അള്ളാഹു പറഞ്ഞ ആ 3 കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും പ്രവാചകനേക്കാളും അതേപോലെ ജിഹാദ് വലിയ കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ് ജിഹാദ്. എന്താണ് ജിഹാദ്?
എന്താണ് ജിഹാദ്? നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും ധനം കൊണ്ടും അധ്വാനിക്കുന്നതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ വാളെടുത്ത് വെട്ടി തകർക്കുക എന്നുള്ളതല്ല ജിഹാദ്. അങ്ങനെയാണ് ഇവിടെ വരുത്തി തീർക്കുന്നത്. ജിഹാദിനെ സംബന്ധിച്ച് ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഓരോ പദത്തിന്റെ പേരോടൊപ്പം ജിഹാദ് ചേർക്കുക. ലാൻഡ് ജിഹാദ്, പിന്നെ ലവ് ജിഹാദ്, അങ്ങനെ എന്തെല്ലാം ജിഹാദ്, ഇങ്ങനെ കച്ചവട ജിഹാദ്, അങ്ങനെ പലതും ഈ ജിഹാദിനോടൊപ്പം ചേർക്കുകയാണ്. പരിശുദ്ധമായ ഒരു വചനമാണ് ജിഹാദ് എന്ന് പറയും. അത് പരിശുദ്ധമായ രീതിയിലാണ് നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ്. ഒരു വക്രതയും വളവുമില്ലാതെ, വളവും വിളവുമില്ലാതെ നിർവഹിക്കേണ്ട ഒരു മഹത്തായ കർമ്മമാണ് ജിഹാദ്. പക്ഷെ ആ ജിഹാദിനെയാണ് ഇവിടെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നത്. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പറഞ്ഞ് ഇതെല്ലാം ആണ് എന്ന് നമ്മൾ ഒരിക്കലും, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇത് മഹത്തായ പ്രതിഫലമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജിഹാദ് ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് തയ്യാറാവണം. നമുക്കൊരു ശരീരം കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ദീനിനു വേണ്ടി എന്ത് ചെയ്തു? എന്ത് അധ്വാനിച്ചു? നമ്മൾ ജിഹാദും നമ്മളും തമ്മിൽ എവിടെ നിൽക്കുന്നു? ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജിതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ മുറപ്രകാരം നിങ്ങൾ ധർമ്മസമരം നിർവഹിക്കണം. അള്ളാഹിന്റെ കൽപ്പനയാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. ഒരുപാട് കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വിഷയത്തിലൊക്കെ, ജിഹാദിന്റെ വിഷയത്തിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ജിഹാദ് ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ ജിഹാദ് ഇവിടെ 3 കാര്യങ്ങൾ അള്ളാഹു പറയുമ്പോൾ ആ 3 കാര്യത്തിനേക്കാളും വലുതായി പോകരുത് ഭാര്യ, വലുതായി പോകരുത് വാപ്പ, വലുതായി പോകരുത് മക്കൾ. ചിലർ മക്കൾ എന്ന് പറയുമ്പോൾ വല്ലാത്ത വികാരമാണ്. വാപ്പ അവിടെ പോകണ്ട, വാപ്പ ആ പള്ളിയിൽ പോകണ്ട എന്ന് മക്കൾ പറഞ്ഞാൽ ശരി മക്കളെ എന്ന് പറയുന്ന എത്ര വാപ്പമാരുണ്ട്? ഇവിടെ പോയാൽ, ഇന്ന പള്ളിയിൽ പോയാൽ, ഇന്ന സലഫി പള്ളിയിൽ പോയാൽ വെള്ളിയാഴ്ച ദിവസം കുറെ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാപ്പ പള്ളിയിലേക്ക്, ഈ പള്ളിയിൽ കുറെ താണ്ടി, കിലോമീറ്ററുകൾ താണ്ടി വെള്ളിയാഴ്ച ദിവസം അത്തരത്തിലുള്ള പള്ളികൾ തിരഞ്ഞെടുത്ത് കടന്നു വരുമ്പോൾ വീട്ടിൽ മക്കൾ പരിഹസിക്കുന്നു, ഭാര്യ പരിഹസിക്കുന്നു, തടയുന്നു, മക്കൾ തടയുന്നു, അല്ലേ? അതല്ലേ നടക്കുന്നത്. അപ്പോൾ അവിടെ മകനെ, ഞാൻ നിന്നെ ജനിപ്പിച്ചത് എന്ന കാര്യം ശരിയാണ്, പക്ഷെ എൻ്റെ ആദർശത്തെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ പറഞ്ഞ സ്വന്തം പിതാക്കളെക്കാളും മക്കളെക്കാളും അള്ളാഹും റസൂലും എനിക്ക് വലുതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ വീടുകളിലൊക്കെ ഓരോരോ പരിപാടികൾ ഉണ്ടാകുമ്പോൾ, കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദീൻ വിട്ടുകൊണ്ടുള്ള ഒരു കളിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് 4 ആളുകൾ കൂടി നടന്നുകൊണ്ട് ഒരു ജാഥ സംഘടിപ്പിച്ച് ഒരു ബാനറും വെച്ച് ഇങ്ങനെ റോഡേ കൂടെ നടക്കലല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് വന്നുകൊണ്ട് 4 മുദ്രാവാക്യം ആകാശത്തേക്ക് കൈ ഉയർത്തി വിളിക്കലല്ല പ്രവാചക സ്നേഹം. മറിച്ച് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ പൊരുൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചിടത്ത് നിൽക്കുവാനും ജീവിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹും റസൂലും എന്താണോ നമ്മളോട് ശാസനയായിട്ട്, ഉപദേശമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള
മുഴുവൻ കാര്യങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമത്തിനാണ് നമ്മൾ ഒക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഈ പറഞ്ഞതുപോലെ ഉണ്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ? കച്ചവടത്തിന്റെ കാര്യത്തിൽ ഭാര്യമാർ പല സ്ഥലത്തു മകനെ കല്യാണം ആലോചിക്കുന്നു. എന്താണ് നമ്മളുടെ കരുതൽ, നമ്മുടെ ചിന്തകൾ, എന്താണ് നമ്മുടെ അന്വേഷണം? ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സ്വത്തും മുതലുമുണ്ടോ? ഇതല്ലേ നമ്മളുടെയൊക്കെ ആലോചനകൾ പോയി ഉടക്കിക്കിടക്കുന്നത്, തട്ടിക്കിടക്കുന്നത് അവിടെയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സമ്പത്തുണ്ടോ? പിന്നെ അതേപോലെയുള്ള വകുപ്പുകൾ ഉണ്ടോ? കിട്ടപ്പോരുണ്ടോ? വരുമാനമുണ്ടോ? ഇതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയല്ലേ നമ്മളുടെ ദീൻ? അവിടെ നേരെ മറിച്ച് ദീനിയായ ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടി, എത്ര പെൺകുട്ടികളാണ് ദീൻ ഉണ്ടായിട്ടും ആരും കെട്ടിക്കൊണ്ടു പോകാത്തത്? ബാപ്പ മകന് വേണ്ടി ആലോചിക്കുന്നില്ല. എന്തുകൊണ്ട്? സാമ്പത്തികമായി പിന്നോക്കത്തിലാണവർ. സമ്പത്തുള്ളവരുടെ പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണ്. ഇതൊക്കെ പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ്. മകനെ കല്യാണം അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ ചിന്ത മാറിപ്പോകുന്നു. എവിടെയാണ് റസൂലിന്റെ സ്നേഹം? ഇതാണ് സ്നേഹം. ഈ പറഞ്ഞത് മാതിരിയുള്ള സ്നേഹമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് നബിയായിരിക്കണം, അള്ളാഹു ആയിരിക്കണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, കുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു കൽപ്പിക്കുകയാണ്, എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അപ്പൊ ഇതില്ല. ഈ പണ്ഡിതന്മാർ ഇതങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ ദീനിനെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ വളരെ വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇസ്ലാമികമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വീടുകൾ വളരെ കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഇനി താല്പര്യമുണ്ടെങ്കിലോ ഈ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസത്തിൽ വണ്ടിയിലും ഒക്കെ കയറിക്കൊണ്ട് 2 തുള്ളലുകൾ നടത്തിക്കൊണ്ട് പ്രവാചക സ്നേഹം. ഇതാര് പഠിപ്പിച്ചു? ഇതാണോ, ഇങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്? അത് പറയാത്ത കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എല്ലാം തിരിച്ചും മറിച്ചുമാണ്. എല്ലാം തിരിഞ്ഞുപോയി. കോലം തിരിഞ്ഞ കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി പ്രവാചകനെ സ്നേഹിക്കണം. ഈ വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കടത്തിക്കൊണ്ടുവരണം. എന്തെല്ലാം പ്രവാചകൻ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഖുർആൻ പറഞ്ഞില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ ദൂതൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ വിരോധിച്ചിട്ടുള്ളത് അതിൽ നിങ്ങളും വിരോധിക്കുക. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവിടെ ഒക്കെ നമ്മൾ കേവലമായ വാപ്പയായി തരം താന്നു പോകരുത്. ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം. പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഒരു പിതാവ്, അല്ലേ? പിതാവിൻ്റെ കാര്യം
ഒരു ചെറിയ കുട്ടി, കുഞ്ഞുകുട്ടി സക്കാത്തിന്റെ മുതൽ കാരക്ക വായിലിട്ട് ചവക്കുന്ന, വായിലിട്ടത് കണ്ടിട്ട് പ്രവാചകൻ പറഞ്ഞു, കഹ് കഹ്, തുപ്പിക്കള മകനെ. അത് നമുക്ക് അനുവാദമില്ലാത്ത കാര്യമാണ്. സക്കാത്തിന്റെ മുതൽ ഭക്ഷിക്കാൻ മുഹമ്മദിന്റെ കുടുംബത്തിന് അനുവാദമില്ല മകനെ, നമുക്കത് ഹലാലല്ല, ഹറാമാണ് മകനെ എന്ന് ഉപദേശിച്ച ഒരു പിതാവിനെ നാം പ്രവാചകനിലൂടെ പകർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്കും നേർക്കുനേരെ ഉപദേശങ്ങൾ നൽകണം, പറഞ്ഞു കൊടുക്കണം. തെറ്റ് കണ്ടാൽ, തിന്മ കണ്ടാൽ അതങ്ങനെയല്ലേ, കുട്ടിയല്ലേ, അത് കുഞ്ഞല്ലേ, തിരിച്ചറിയില്ലല്ലോ, അതെല്ലാം ശരിയായിക്കോളും എന്നല്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ അത് വിചാരിച്ചാൽ മതി, കുഞ്ഞല്ലേ സാരമില്ല എന്ന് പ്രവാചകൻ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അവിടെ ഉപദേശിക്കുകയാണ്. അത് തന്നെയായിരുന്നു അവിടുത്തെ സഹാബ കിറാമുകൾ പിൻപറ്റിയിരുന്നു. അത് തന്നെയായിരുന്നു. ഒരു സഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോവുകയാണ്, ഉടനെ. അപ്പൊ ഇത് 2-3 തവണ ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ തിരക്കുകയാണ്, എന്ത് പറ്റി, നമസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോവുകയാണല്ലോ. അത് പ്രവാചകരെ, അടുത്ത വീട്ടിൽ നിൽക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ശിഖരം എൻ്റെ പറമ്പിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വീഴുന്ന കായ്കൾ അങ്ങോട്ട് തന്നെ പിറക്കി ഇടാൻ വേണ്ടിയാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഉണർന്നാൽ അതെടുത്ത് കഴിച്ചു പോകും പ്രവാചകരെ എന്ന് ഞാൻ ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുന്നത് പ്രവാചകരെ എന്ന് പ്രവാചകന്റെ അനുയായി, പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത ഒരു സമൂഹം, ഒരു ധാർമ്മികതയുടെ ഒരു സമൂഹം പ്രവാചകൻ കാണിച്ചു തന്നിട്ടാണ്. ആ ഒരു ഉമ്മത്തിന്റെ ആളുകളാണ് ഞാനും നിങ്ങളും എന്ന് അറിയണം. ഇത് വെറുതെ കേവലമായ ഒരു പ്രസംഗവും ഒരു ആചാരവും ഒരു വന്ന് കൈകെട്ടലും അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ്. അങ്ങനെ ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്ത് ഉണ്ടായിട്ടുള്ള പരിവർത്തനം, മാറ്റം എന്ന് പറയുന്നത്. ആ മാറ്റം പ്രകടമാണ്. അതിലേക്ക് നമ്മുടെ കുടുംബം, ഞാൻ എന്ന വ്യക്തി, എൻ്റെ കുടുംബം, എൻ്റെ അയൽക്കാർ, എൻ്റെ സമൂഹം കടന്നു വരണം എന്ന ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, ആ ആഗ്രഹം ഒക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ മുത്തബിഈങ്ങളിൽ, ആ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്റെ സ്വഹാബത്ത് പ്രവാചകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ഭൃത്യനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ പിരിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം വിഷമമുള്ള ഒരാളായിരുന്നു. പ്രവാചകനെ കാണാതിരിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം പ്രവാചകനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സൗബാൻ റളിയല്ലാഹു. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാനെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? മാലി അറാക മഹ്സൂന, എന്തു പറ്റി സൗബാനെ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൗബാൻ തൻ്റെ സങ്കടം നബിയോട് പറയുകയാണ്, നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ സ്ഥാനവും എൻ്റെ സ്ഥാനവും എവിടെയായിരിക്കുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടതാണ്. നബിയുടെ സ്ഥാനം, സ്വർഗത്തിൽ നബിയുടെ സ്ഥാനവും
എൻ്റെ സ്ഥാനവും എവിടെയായിരിക്കും എന്നോർത്തതാണ്. ഈ ജീവിതത്തിൽ അല്പം പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത എനിക്ക് ആഖിറത്തിൽ എങ്ങനെ അങ്ങയെ പിരിഞ്ഞിരിക്കാനാകും? സ്വർഗത്തിൽ അങ്ങ് അത്യുന്നതിയിലും ഞാൻ ഏറ്റവും താഴ്ന്ന പടിയിലും ആയിരിക്കുമല്ലോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ വിഷമം ആണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായത്. ഇത് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവരാകുന്നു അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ. മിനൻ നബിയ്യീന, നബിമാരിൽപ്പെട്ട, വസ്സിദ്ദീഖീന, ആ സിദ്ദീഖുമാരിൽപ്പെട്ട, വശുഹദായി, ശുഹദായികളിലും, വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിലും പെട്ടവരോടൊപ്പം അള്ളാഹു അവരെ സ്വർഗത്തിൽ അവരോട് ചേർത്ത് കൊടുക്കുമെന്ന്. വിഷമിക്കേണ്ടതില്ല, സമാധാനമാവുകയില്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ചേർത്ത് കൊടുക്കും നബിമാരോടൊപ്പം. അതായിരുന്നല്ലോ സൗബാന്റെ സങ്കടം. ആ സങ്കടം തീർത്തു കൊടുക്കുകയാണ്. നാളെ സൗബാനെ സന്തോഷിച്ചു കൊള്ളുക, അവരുടെ പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം ആ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. വഹസ്ന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാർ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താണ് വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൽപ്പനകൾ സ്വീകരിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. അവരെന്താണോ കൽപ്പിച്ചത്, എങ്ങനെയാണോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്, അങ്ങനെ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളൊരു ആലങ്കാരികമായി പറയുമല്ലോ, അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ. അതെ, അടുക്കളയിൽ പ്രവാചകനെ കാണാം, അടുക്കളയിൽ കാണാം പ്രവാചകനെ. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ടായിട്ടും തൻ്റെ ഭാര്യമാരെ അടുക്കളയിൽ സഹായിച്ച, പാല് കറന്നു കൊടുത്ത, ഉടുപ്പ് സ്വന്തമായി തുന്നിയ ആ പ്രവാചകൻ, ഭാര്യമാർക്ക് സഹായിച്ചു കൊടുത്ത, ഹിദ്മത്ത് ചെയ്ത പ്രവാചകൻ, ആ പ്രവാചകൻ നമുക്ക് മാതൃകയായിരിക്കണം. എല്ലാം അനുസരിക്കണം. എന്താണോ പ്രവാചകൻ, സുന്നത്തല്ലേ? ചില ആളുകളൊക്കെ അത് സുന്നത്തല്ലേ, ഫർളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുന്നത്തിനെ അങ്ങ് അടിച്ചു താഴ്ത്തുന്ന സ്വഭാവം പാടില്ല. ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം സ്വന്തമായി ഒന്നും സംസാരിക്കുന്നില്ല, വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ എന്തു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്തും പറഞ്ഞിട്ടുള്ളത്. ഏതു കാര്യവും ദീനിയായ ഓരോ കാര്യത്തിനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നിസ്സാരമായി കണ്ടുകൂടാ. ഇന്നൊരു പുതിയൊരു പ്രവണത, സുന്നത്തിനോടുള്ള ഒരു അത് തള്ളിക്കളയുക, സുന്നത്തിനെ ചെറുതാക്കുക, സുന്നത്തിനെ അവഗണിക്കുക ജീവിതത്തിൽ നിന്ന്. അതൊരിക്കലും പാടുള്ളതല്ല. ആ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കണം. അതേപോലെ തന്നെ ഒരിക്കൽ ഉർവത്ത് ബിനു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രിയിൽ നബിയോടൊപ്പം താമസിച്ചു. അങ്ങനെ രാത്രിയിൽ നബിക്ക് വുളൂ എടുക്കാനും മറ്റുമൊക്കെ വെള്ളം കൊടുത്തു. അപ്പോൾ നബി പറഞ്ഞു, എന്താണ് നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാനാണ് എനിക്ക് ആഗ്രഹം. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം സഹവസിക്കണം എനിക്ക്. അപ്പൊ മറ്റു വല്ലതും ഉണ്ടോ, വേറെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എങ്കിൽ നീ എന്നെ സഹായിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്റെ കാര്യത്തിൽ എന്നെ നീ സഹായിക്കണം. അഥവാ നമസ്കരിച്ചുകൊണ്ട്
നീ എന്ത് ചെയ്യുക, എന്നെ സഹായിക്കുക, നീ നിസ്കരിക്കണം, നമസ്കാരം മുടക്കരുതേ, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കുക, നമ്മൾ എത്ര നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ട്. അവസാന നാളിലും പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന് നിൽക്കാൻ സാധിക്കാതെ, ഇമാമത്ത് നിൽക്കാൻ സാധിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇമാമത്ത് ചാർജ് കൊടുത്തിട്ട് 2 സഹാബികളുടെ ചുമലിൽ കാലുകൾ നേരെയാവാതെ ഏച്ചിയെ വലിച്ചുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുമ്പോഴും ആ ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പറയുന്ന അസ്വല അസ്വല, നമസ്കാരം നമസ്കാരം. നോക്കുക, അന്ത്യ നാളിൽ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പോലും അതാണ് പറഞ്ഞത്. അതുകൊണ്ട് നമസ്കാരം അതെങ്ങനെ നിസ്കരിക്കണം? പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാണിച്ച് പോകലല്ല. നമസ്കാരം കൃത്യമാവണം, പഠിക്കണം. ഈ കണ്ണക്ക് ഞെരിയാണിക്ക് താഴെ പാൻറ്റോ വസ്ത്രമോ വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സുജൂദിന്റെ കൃത്യമായ സ്ഥാനത്താണോ തന്റെ നെറ്റി പതിയുന്നതെന്ന് നോക്കണം. വുളുവെടുക്കുമ്പോൾ അവയവങ്ങളെല്ലാം കൃത്യമായി നനയുന്നുണ്ടോ, എല്ലാ ഭാഗത്തും വെള്ളം എത്താറുണ്ടോ നോക്കണം. അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ 3 വട്ടം പറഞ്ഞു വിട്ടു, പോയി ഒതെടുത്തോട്ട് വാ, പോയി ഒതെടുത്തോട്ട് വാ. ശരിയായില്ല, ശരിയായില്ല എന്ന് പറഞ്ഞ് അന്ന് മുട്ട് നനഞ്ഞിട്ടില്ല, മുട്ടിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്രവാചകൻ അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പ്രവാചകൻ നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അതാ യാതൊരു മാറ്റത്തിരുത്തലുകളും കൂടാതെ കൃത്യമായി ഇങ്ങനെ തെളിമയാർന്ന രൂപത്തിൽ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ പേരാ സുന്നത്ത് എന്ന് പറയും. അപ്പൊ ആ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക, സുന്നത്തിനെ കുറിച്ച് പഠിക്കുക, അതിനെ നമ്മൾ നിസ്സാര സ്വഭാവത്തിൽ കാണാതെ അത് കൃത്യമായി അതിൻ്റെ ഗൗരവത്തിൽ, സുന്നത്തിന്റെ സ്ഥാനം വലുതാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹു കഴിഞ്ഞാൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട, അനുകരിക്കപ്പെടേണ്ട വ്യക്തിത്വം ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ പ്രവാചകന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകളും പോരായ്മകളും എല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. കൃത്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ആ ദീനിനെ കൃത്യമായി പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.